അതാ നോക്കൂ, രൂപനഗരത്തിന്റെ രാജകൊട്ടാരം. നിങ്ങളുടെ സഖാവ് നമ്മുടെ രാജാവായിരുന്ന നമ്മുടെ പിതാവ് രാക്ഷസരാജൻ വികടന്റെ ഘാതകർ ഇന്ന് സ്വയംവര സഭയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. എന്നാൽ നാളെ അവിടെ സ്വയംവര സഭയല്ല നടക്കാൻ പോകുന്നത്. മൃത്യുവിന്റെ സംഹാര താണ്ഡവം നടക്കാൻ പോവുകയാണ്. ഈ രാജകൊട്ടാരത്തിലെ സകല അംഗങ്ങളും നാളത്തെ സൂര്യോദയം കാണാൻ പോകുന്നില്ല. ഇന്നത്തെ രാത്രി അവരുടെ എല്ലാവരുടെയും ജീവിതത്തിലെ അവസാനത്തെ രാത്രിയാണ്. രാക്ഷസറാണി ജോഡില വിജയിക്കട്ടെ! രാക്ഷസറാണി ജോഡില വിജയിക്കട്ടെ! ജോഡില, നമ്മോട് ക്ഷമിച്ചാലും അതെന്താണെന്നോ, ഈ ഒരു കാര്യത്തിൽ നമുക്കൊരൽപ്പം തിടുക്കം കൂടി പോയില്ലേ? അരുത് ജോഡില, നാം പറയാൻ വന്നത് മറ്റൊന്നുമല്ല. നമ്മളൊരൽപ്പം ആലോചിച്ച് ആക്രമണം നടത്തുകയാണെങ്കിൽ നന്നായിരിക്കുമല്ലോന്നാ. കാരണം അവിടെ ആ മഹാരാജൻ വിക്രമദേവനുണ്ടല്ലോ. അദ്ദേഹം ആ അമൃതജലം ക്ഷേത്രത്തിലാണല്ലോ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് പ്രവേശിക്കാവുന്നതാണ്. അവിടേക്ക് മഹാരാജാവിനെയും കൂട്ടിക്കൊണ്ടു പോകണമല്ലോ. ഇനി ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം മഹാരാജൻ വിക്രമദേവൻ അറിയുകയാണെങ്കിലോ ഈ ആക്രമണത്തിന് പിന്നിൽ നമ്മളാണെന്നും പിന്നീട് അദ്ദേഹം ആ മഹാ അമൃത കലശം തിരികെ കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാ പിന്നീട് നമ്മുടെ ഈ സജ്ജീകരണങ്ങളും ഗൂഢാലോചനയും വ്യർത്ഥമാകുന്നതാണ്. അതിനു പകരം നാം പറഞ്ഞു വന്നത് രാക്ഷസറാണി ജോഡില ഇതിനു മുൻപും പലതവണ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നാം പറഞ്ഞത്, നമ്മളൊരൽപ്പം കാത്തിരുന്ന് ഒരൽപ്പം ശ്രദ്ധയോടുകൂടി ആക്രമണം നടത്തുകയാണെങ്കിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയാണെങ്കിലോ. എന്താ നാം തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞോ രാക്ഷസറാണി ജോഡില? വരൂ, ഇവിടെ വരാൻ. ഒരക്ഷരം മിണ്ടാതെ ഈ ഭവനത്തിൽ കഴിയണം. നാളെ നിന്റെ സ്വയംവരം നടക്കും. അതിനുശേഷം ഈ കൊട്ടാരം വിട്ട് നീ പോയിക്കോ. നിന്റെ ജ്യേഷ്ഠത്തിയോട് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? കാരണം അതിന് നീ നമ്മെ നിർബന്ധിതനാക്കുകയാണ്. നീ നമ്മെ അനുസരിക്കാതെ പൂർണ്ണമായും അവഹേളിക്കുകയാണ്. കേൾക്കൂ ജ്യേഷ്ഠത്തി, അവസാനമായി നാം നിനക്കൊരു മുന്നറിയിപ്പ് നൽകുന്നു. നീ നമ്മുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ ഇനി നാം നിന്നെ... നീ എന്താണ് ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നതെന്ന് സ്വന്തം ജ്യേഷ്ഠത്തിയോട് ആരെങ്കിലും എങ്ങനെ പെരുമാറുമോ? ഞങ്ങളുടെ ഇടയിൽ കടന്നു വരാൻ മാതാവിനോട് ആരാണ് പറഞ്ഞത്? കുമാര, പറയൂ. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. കടന്നു പോകാനാ പറഞ്ഞത്. അതെ, കടന്നു പോകൂ. കടന്നു പോകാൻ. അനുജ, നാം എന്താണ് ചെയ്തത്? ജ്യേഷ്ഠത്തിയുടെ കരുത്തിന് ഇത്രയേറെ ശക്തിയോ? ഇത്രയും ശക്തി നാം ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ല. അനുജ, അനുജ, നാം നിന്നെ ഇങ്ങനെ പ്രഹരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. നാം സത്യമാണ് പറയുന്നത് അനുജ. ഇളയമ്മ, ഇത് കേൾക്കൂ ഇളയമ്മേ. നാം അനുജനെ മനഃപൂർവ്വം പ്രഹരിച്ചതല്ല. സത്യമായിട്ടും അവനെ ഇങ്ങനെ പ്രഹരിക്കാൻ ആഗ്രഹിച്ചതല്ല. കേൾക്കൂ അനുജ,
അനുജ, നിനക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയോ അനുജ? എന്തെങ്കിലും മുറിവ് പറ്റിയോ? നാം നിന്നെ മനഃപൂർവ്വം പ്രഹരിച്ചതല്ല, നാം മനഃപൂർവ്വം ചെയ്തതല്ല. നിനക്ക് മുറിവൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല ഇല്ല, ഒരു പ്രഹരം കൊണ്ട് നമുക്ക് എന്ത്